ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലേറ്റായിപ്പോയി. ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണീറ്റ് ഉടനെ ജസ്റ്റ് ഞാൻ പുതപ്പൊന്ന് മാറ്റി ഫസ്റ്റ് ചെയ്യുക റൂമിലെ ജനൽ തുറന്നിടാം കേട്ടോ. അപ്പം കുറേ വെട്ടം റൂമിലോട്ട് കയറുമ്പം എണീക്കാനുള്ളൊരു ഊർജ്ജം കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണ് ആദ്യം ചെയ്യാറ്. പിന്നെയാണ് ഞാൻ എൻ്റെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ബെഡൊന്ന് തട്ടിക്കുടഞ്ഞ് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് തലേണയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വയ്ക്കും. ഇതാണ് എൻ്റെ മെയിൻ ആദ്യം നടക്കുന്ന പരിപാടി. എന്നിട്ടായിരിക്കും ഞാൻ വാഷ്റൂമിലോട്ട് പോകാം കേട്ടോ. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയിട്ട് അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യും കേട്ടോ. ഞാൻ രാവിലെ കൂടുതലും DIY ഫേസ് വാഷ് ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഉപയോഗിക്കാത്ത ഇതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ശേഷമായിരിക്കും ഞാൻ പല്ല് തേക്കുക. എന്നിട്ട് ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്ത് പിടിക്കണമല്ലോ. നമ്മൾ ഫേസ് വാഷ് പൗഡറല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മുഖത്ത് വെച്ചിട്ട് ഞാൻ ബ്രഷിൽ പേസ്റ്റ് എടുത്തിട്ട് പല്ല് തേക്കുന്ന സമയം കൊണ്ട് ഇത് മുഖത്തൊന്ന് സെറ്റാവും. എന്നിട്ട് പല്ലും തേച്ച് കഴിഞ്ഞ് ഫുള്ള് രണ്ടും കൂടി ഒരുമിച്ചങ്ങ് വാഷ് ചെയ്ത് കളയും. ഇതാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് ഞാൻ വെളിയിൽ വന്നിട്ട് വെള്ളം കുടിക്കുക ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അത് രാവിലെ. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ തുടങ്ങും. ഞാൻ ആദ്യം DIY ടോണറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിയാസിനാമൈഡ് സിറം ഉപയോഗിക്കുന്നുണ്ട്. അത് അത്യാവശ്യം ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് എൻ്റെ ഫേസിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നോർമലി രാവിലെ ഞാൻ അലോവേര ജെല്ല് എങ്ങും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് മാത്രമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകണം, എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് അലോവേര ജെല്ല് ഉപയോഗിക്കാം. അതുകൊണ്ടൊരു സൺസ്ക്രീനും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് റെഡിയായി സെറ്റായിട്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ കേസാണ്. ജസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടി പോവുകയാണ് ഞാനും ഉമ്മായും വാപ്പായും പിന്നെ എൻ്റെ അനിയത്തിയും കൂടി. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങി നമ്മളെന്നാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമല്ലോ. ഞങ്ങളൊരു ഷാർജയും ഒരു ചിക്കൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം കിംസ് എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുക്ക് ചെയ്തിട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ സമയത്തൊന്നും നമുക്ക് കയറാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ എത്തിയപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്